നമ്മളിപ്പോൾ ഉള്ള താഴത്തുളക്കടയാണ്. ഈ താഴത്തുളക്കടയിൽ രാവിലെ തന്നെ നാട്ടുകാരും സാമൂഹ്യ പ്രവർത്തകരൊക്കെ ഒത്തുചേർന്നിട്ടുണ്ട്. എന്താണെന്ന് നോക്കാം. പത്തനാപുരത്ത് നിന്നും മണ്ണടി, താഴത്തുളക്കട, പുത്തൂർ, പൗത്രേശ്വരം, ചീരങ്കാവ്, കുണ്ടറ സിവിൽ സ്റ്റേഷൻ വരെ പോകുന്ന പത്തനാപുരം ഡിപ്പോയിൽ നിന്നും ഇന്നു മുതൽ ആരംഭിച്ചിരിക്കുന്ന പുതിയൊരു KSRTC സർവീസിനെ സ്വീകരിക്കാൻ വേണ്ടിയാണ് ഇന്നിപ്പോൾ ഈ നാട്ടുകാരും സാമൂഹിക പ്രവർത്തകരും ഒക്കെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ആ പത്തനാപുരം ഡിപ്പോയിൽ നിന്ന് രാവിലെ പുറപ്പെട്ട് 7:40 താഴത്തുളക്കടയിൽ ഈ വാഹനം എത്തിച്ചേരുന്നത്. അപ്പം ഇവിടുത്തെ താഴത്തുളക്കടയിലെ അയ്യപ്പ സേവാ സമിതിയുമായി ബന്ധപ്പെട്ട പ്രവർത്തകരുടെ നിരന്തര പ്രയത്നം മൂലമാണ് ഇത്തരത്തിലൊരു വാഹനം ബഹുമാന്യനായ ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീമാൻ KB ഗണേഷ് കുമാർ അവർ അനുവദിച്ച് ഇന്നു മുതൽ ഈ റൂട്ടിൽ യാത്ര ആരംഭിക്കുന്ന ബസ്സിന് ഒരു സ്വീകരണം നൽകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ തത്സമയം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനായിട്ടാണ് ഈ സാമൂഹ്യ പ്രവർത്തകരും നാട്ടുകാരും ഒക്കെ തന്നെ ഇപ്പോൾ ഈ ഒരു താഴത്തുളക്കട ജംഗ്ഷനിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ആ വാഹനവും സ്ഥലത്തെത്തിച്ചേർന്നത്. എന്തായാലും വളരെയധികം സന്തോഷത്തിലാണ് ഈ നാട്ടുകാരും സാമൂഹ്യ പ്രവർത്തകരും ഒക്കെ തന്നെ. ഈ ഒരു താഴത്തുളക്കട ചെട്ടിയാരരികത്ത് പാലം നിർമ്മാണം കഴിഞ്ഞതിനെ തുടർന്ന് നിരവധി സർവീസുകൾ നിർത്തിവെച്ചിരുന്ന ഉൾപ്പെടെയുള്ള നിരവധി സർവീസുകൾ പുനരാരംഭിച്ചിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടും ഒരു പുതിയ സർവീസാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു ദിവസം ഇവിടെ ആരംഭിക്കുന്നത്. അത് ഈ താഴത്തുളക്കട അയ്യപ്പ സേവാ സമിതിയുടെ നിരന്തരമായ പ്രവർത്തനങ്ങളുടെ ശ്രമഫലമായിട്ടാണ് ഇത്തരത്തിലൊരു വാഹനം ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ KB ഗണേഷ് കുമാർ അനുവദിച്ച് ഇന്നു മുതൽ ഈ റൂട്ടിൽ യാത്ര ആരംഭിക്കുന്ന വാഹനത്തിന് വലിയൊരു സ്വീകരണമാണ് ഇപ്പോൾ ഈ താഴത്തുളക്കട നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് രാവിലെയാണ് പത്തനാപുരം ഡിപ്പോയിൽ നിന്ന് ആരംഭിക്കുന്ന സർവീസാണ്. പത്തനാപുരത്ത് നിന്നും മണ്ണടി, താഴത്തുളക്കട, പുത്തൂർ, പൗത്രേശ്വരം, ചീരങ്കാവ്, കുണ്ടറ, കൊല്ലം സിവിൽ സ്റ്റേഷൻ വരെ പോകുന്ന ബസ്സാണ് ഇത്. ഇത്തരത്തിൽ ഇവിടെ എത്തപ്പോൾ താഴത്തുളക്കട ചേർന്നിരിക്കുന്നത്. രാവിലെ 7:30 ഈ വാഹനം താഴത്തുളക്കടയിൽ എത്തിച്ചേരുക. തുടർന്നായിരിക്കും അതിൻ്റെ യാത്ര കണ്ടിന്യൂ ചെയ്യുന്നത്. എന്തായാലും ആ ഒരു ബസ് താഴത്തുളക്കടയിൽ എത്തിച്ചേർന്നിരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിലവിലിപ്പോൾ ഈ പുത്തൂർ ന്യൂസ് മീഡിയയുടെ തത്സമയം നമ്മുടെ പ്രിയ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ആളുകളൊക്കെ തന്നെ വളരെയധികം സന്തോഷത്തിലാണുള്ളത്. വാഹനം അലങ്കരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വാഹനങ്ങൾ അലങ്കരിക്കുകയും സ്വീകരണം നൽകുന്നതിൻ്റെയും ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതാ എന്തായാലും വളരെയധികം സന്തോഷത്തിലായിട്ടുള്ള നാട്ടുകാരെ ഈ വാഹനത്തെ അലങ്കരിക്കുന്ന പൂമാല ഉൾപ്പെടെയുള്ള ഇട്ട് അലങ്കരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യ ഓട്ടമാണ് ഈ വാഹനത്തിൻ്റെ ഇന്നത്തെ ദിവസം. ഇതോ പറഞ്ഞ അങ്ങോട്ട് എല്ലാം കൊണ്ടുവന്നല്ലേ പറഞ്ഞു.
വണ്ടിക്ക് ഇത് ഒരു മാല ഉണ്ട് നോർമൽ അത് കിട്ടുന്നില്ല ഒരു വള്ളിയിട്ടേ അതുപോലെ ഇരുന്നോളൂ. രാജേഷ് ഇവിടെ അവിടെ ഒരു ബൈക്കിരുന്നുള്ളത് ഞാൻ അന്നേരം പറയുകയും ചെയ്തു. അങ്ങോട്ട് വിളിക്കാമേ നേരെ ഇട്ട പോയി താഴത്തുളക്കട തട്ടാറമ്പുക്ക് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന അയ്യപ്പ സമിതിയുടെ സമഫലമായി താഴത്തുളക്കട വഴി ആരംഭിച്ച പുതിയ ബസ്സിൻ്റെ സ്വീകരണ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നോട്ട് കിട്ടി അവർക്ക് അല്ല ഇപ്പൊ ഈ 1000 നോട്ട് വേണേ അത്യാവശ്യം തരാനല്ല അത് 10 വേണം. അല്ല 10 ഇത് 10 ഇതിപ്പോ 26,000 നോട്ട് നോക്കി ഇതിന്റെ കൂടെ സർക്കാരിന്റെ ഭക്ഷണം കഴിച്ച് കിടക്കാറുണ്ട്. സുമാലെന്റെ അതും കാണണ്ട. അങ്ങനല്ല
നിരവധി നാട്ടുകാരും അതുപോലെ അയ്യപ്പ സമിതിയുടെ പ്രവർത്തകരും പൊതുപ്രവർത്തകരും ഒക്കെ തന്നെ ഈ ഒരു ബസ്സിനെ സ്വീകരിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ താഴത്തുലക്കട ജംഗ്ഷനിൽ എത്തിച്ചേർന്നിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതാനും നിമിഷങ്ങൾക്കകം ഈ സ്വീകരണത്തിന് ശേഷം അവർ ഈ വാഹനം ഇവിടെ നിന്നും പുറപ്പെടുന്നതാണ്. എന്തായാലും പുതുതായി പത്തനാപുരം ഡിപ്പോയിൽ നിന്ന് ആരംഭിച്ച കൊല്ലം സിവിൽ സ്റ്റേഷൻ വരെയുള്ള വണ്ടിയാണ്. താഴത്തുലക്കട മണ്ണടി താഴത്തുലക്കട വഴിയാണ് ഈ വാഹനം. മാവടി പുത്തൂർ ശ്രീലങ്കാവ് വഴിയാണ് ഈ വാഹനം ഇപ്പോൾ നിലവിൽ ഇന്നു മുതൽ ഓടിത്തുടങ്ങുന്നത്. എന്തായാലും വളരെ സന്തോഷമായിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു ആളുകൾ ഇതിനെ സ്വീകരിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. നിൽക്കൂ നിങ്ങൾ രണ്ടോടെ നിൽക്കൂ. ഇത് അയ്യപ്പ സമിതിയുടെ ഒരു ശ്രമപരമായിട്ടുണ്ടായ ഒരു സംഭവമാണ്. അതിനകത്ത് എല്ലാ രാഷ്ട്രീയക്കാരും ഉണ്ട്. പിന്നെ ഞങ്ങൾ മന്ത്രിക്ക് ഒരു നിവേദനം കൊടുക്കുകയും മന്ത്രി അത് പിന്നെ പത്തനാപുരത്തെ ഡിപ്പോയിൽ കൊടുക്കാൻ പറയുകയും പത്തനാപുരത്തെ ഡിപ്പോയിൽ കൊടുത്ത് അവിടുന്ന് സാങ്ഷൻ ആക്കുകയും ചെയ്യുകയാണ്. ഇതിനകത്ത് രാഷ്ട്രീയവും മറ്റു കാര്യങ്ങളും ഒന്നുമില്ല. എല്ലാ രാഷ്ട്രീയക്കാരും കൂടെ ഉള്ള ഒരു പരിപാടി. അപ്പോൾ ഇത് ഇന്നു മുതൽ ആരംഭിക്കും. ഇന്ന് രാവിലെ 9:15 മണിക്ക് ഇത് കൊല്ലത്തിൽ ചെന്നിട്ട് വൈകിട്ട് തിരിച്ചു വരത്തക്ക രീതിയിലാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. എല്ലാവരും പറഞ്ഞ പോലെ അതിൽ കക്ഷി രാഷ്ട്രീയമെല്ലാം മറന്ന് എല്ലാവരും ചേർന്നൊരു നിവേദനം കൊടുത്തു. അത് ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി അന്നേരം തന്നെ പത്തനാപുരത്ത് കൊടുക്കാൻ പറഞ്ഞു. പത്തനാപുരത്ത് കൊടുത്തപ്പോൾ തന്നെ കൊല്ലത്തേക്കൊരു ബസ് നമ്മുടെ പാലം വഴി അനുവദിച്ചിരിക്കുകയാണ്. രാവിലെ 7:40 താഴത്തുള്ളക്കടയിൽ വരുന്ന രീതിയിൽ കേനാത്ത്, മണ്ണടി, താഴത്തുള്ളക്കട, പുത്തൂർ, പവിത്രേശ്വരം, ചീരങ്കാവ്, കുണ്ട്ര വഴി കൊല്ലം സിവിൽ സ്റ്റേഷൻ വരെയും തിരിച്ച് വൈകിട്ടും അതുപോലെ 5 മണി കഴിഞ്ഞ് പുത്തൂരെത്തി കശുവണ്ടി ഫാക്ടറി പോകുന്ന താഴത്തുള്ളക്കടക്കാർക്കുമൊക്കെ അമ്മമാർക്കൊക്കെ തിരികെ വരുന്നതിനുള്ള സഹായകരമാവുന്ന രീതിയിലുള്ളൊരു ബസ്സാണ്. അതിന് ബഹുമാനപ്പെട്ട നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രിക്ക് എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തുന്നു. തീർച്ചയായിട്ടും നല്ലൊരു സർവീസ് ആകും ഇത് എന്ന് കരുതുകയാണ്. കാരണം നമ്മുടെ ജില്ലാസ്ഥലമായ കൊല്ലത്ത് ധാരാളം ആവശ്യങ്ങൾക്ക് പോകുന്ന ആളുകളാണ്. ജില്ലാ ആശുപത്രിയിലേക്കായാലും വിവിധ തരങ്ങളിലേക്കുള്ള ഭരണകരൻ അടക്കമുള്ള ഓഫീസുകൾ അടക്കമുള്ള ആളുകൾക്ക് പോകുന്നതായാലും അതിലുപരി ഇത് സിവിൽ സ്റ്റേഷനിലേക്കുള്ള സർവീസ് ആയതിനാൽ കളക്ടറേറ്റിലും സിവിൽ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് പല ഉദ്യോഗസ്ഥർക്ക് ഇവിടെ നിന്നും ഈ വാഹനം കടന്നു പോകുന്ന പുത്തൂർ, കുണ്ട്ര, ഓപ്പറേഷൻ മേഖലകളിൽ നിന്നൊക്കെയുള്ള ആളുകൾക്ക് സിവിൽ സ്റ്റേഷനിൽ നേരിട്ട് എത്താൻ കഴിയുന്ന സർവീസ് കൂടി ആയതിനാൽ ഈ സർവീസിന് വളരെ മെച്ചപ്പെട്ട തരത്തിൽ പോകുന്നതിനെ കരുതുകയാണ്. ഇതേ സംബന്ധിച്ചുണ്ടാവും ഞങ്ങളുടെ ഈ പ്രദേശത്തെ സംബന്ധിച്ചുണ്ടാകുന്ന ഒരു പ്രത്യേക ഗുണമെന്താണെന്ന് വെച്ചാൽ ഈ താഴത്തുകുളക്കടയിൽ നിന്ന് കൊട്ടാരക്കര മേഖലയിലേക്ക് തുരുത്തിരമ്പലം അതുപോലെ പെരുങ്കുളം, പോറ്റൂർ വഴി പോകാൻ ധാരാളം സർവീസ് ഉണ്ടെങ്കിൽ പോലും താഴത്തുകുളക്കടയിൽ നിന്ന് മടത്തനാപുരം, മാവടി വഴി പുത്തൂർ വഴി പോകുന്ന സർവീസ് വളരെ നന്നേ കുറവാണ് ഈ പ്രദേശത്ത്. അതുപോലെ ഒരു സ്വകാര്യ സർവീസ് പിന്നെ രാവിലെ മാത്രം ഒരു കാട്ടുമേഖല ക്ഷേത്രത്തിൽ പോകുന്ന ഒരു KSRTC ഒഴിച്ചാൽ ഈ പ്രദേശത്ത് പുത്തൂരിലേക്ക് പോകുന്ന സർവീസിന് തീരെയില്ല. ഗതാഗതം സൗകര്യം തീരെയില്ലാത്ത പ്രദേശം. അതിനൊരു പരിഹാരം കൂടിയാണ് ഈ വാഹനം വരുന്നതോടുകൂടിയാണ്. തീർച്ചയായിട്ടും ഇതിന്റെ സമയവും രാവിലെ ഒരു 7:40 ഇവിടെ നിന്ന് കൊല്ലത്തേക്ക് പോവുകയും വൈകുന്നേരം ഒരു 5:30 ഇവിടെ തിരിച്ചെത്തുകയും ചെയ്ത തരത്തിലേക്കാവുമ്പോൾ ആളുകൾക്ക് കൊല്ലത്തേക്ക് പോകാനും തിരിച്ചു വരുവാനും ആ സമയം ഏറ്റവും ഉചിതമാണ് എന്നുള്ളത് കൊണ്ടും ഈ സർവീസ് നന്നായി നിലനിന്ന് പോകും എന്നാണ് കരുതുന്നത്. തീർച്ചയായിട്ടും ഈ പ്രദേശത്തെ ആളുകൾ ഈ സർവീസ് നിലനിന്ന് പോകുന്നതിന് ആവശ്യമായിട്ടുള്ള പിന്തുണയും ഈ യാത്രയും ചെയ്ത് ഈ സർവീസ് വിജയിപ്പിക്കണമെന്നുണ്ട്. അത്രയാണ് ഇപ്പോൾ നിലവിലുള്ളവരൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഈ വാഹനം ഇപ്പോൾ നിലവിൽ ഇന്നു മുതൽ ഓടിത്തുടങ്ങി. ഇനി ഒരു സർവീസ് നിലനിന്ന് പോകുന്നതിന് വേണ്ടി എല്ലാ ആളുകളും ഈ ഒരു വാഹനത്തിൽ യാത്ര ചെയ്യണം എന്ന് മാത്രമാണ് ഇപ്പോൾ ഇവർക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഈ അയ്യപ്പ സമിതിയായിട്ട് ബന്ധപ്പെട്ടവർക്കും നാട്ടുകാർക്കും ഒക്കെ തന്നെ പറയാനുള്ളത്. ഇത് താഴത്തുലക്കടയിലെ ഈ അയ്യപ്പ സമിതിയുടെ ഒരു ശ്രമകരമായിട്ടാണ് ഈ ഒരു വാഹനം യാത്ര തുടങ്ങുന്നത് എങ്കിൽ തന്നെയും ഇത് പത്തനാപുരം മുതൽ ഏകദേശം കുണ്ടറ
കപ്പുറം കൊല്ലം വരെ പോകുന്ന മുഴുവൻ ആളുകൾക്കും വളരെ പ്രയോജനപ്രദമായ ഒരു സർവീസാണ് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ ഒരു വാഹനത്തിനെ നിലനിർത്തിക്കൊണ്ട് പോവുക എന്നുള്ള ഉത്തരവാദിത്വം നമ്മളുടെ പൊതുജനങ്ങളുടെ കയ്യിലാണുള്ളത്. എന്തായാലും വളരെ ജനോപകാരപ്രദമായ ഒരു സർവീസാണ് ഇന്നിവിടെ യാത്ര ആരംഭിക്കുന്നത്. കണ്ടക്ടർക്കും ഡ്രൈവർമാർക്കും ഇത് വാഹനമായി എത്തിയവർക്കുള്ള സ്വീകരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നവരെ ഒട്ടുമാലയിട്ട് സ്വീകരിക്കുന്ന അത്രയും സന്തോഷകരമായ ഒരു നിമിഷങ്ങളാണ് ഇപ്പോൾ ഈ താഴത്തുള്ളക്കട നിവാസികൾ അനുഭവിക്കുന്നത്. അവർ എന്തായാലും വളരെ സന്തോഷകരമായ ഒരു നിമിഷമാണ്. പുതിയൊരു വാഹന സർവീസ് ആരംഭിക്കുന്നതിന്റെ സന്തോഷങ്ങളാണ് ഇപ്പോൾ താഴത്തുലക ജംഗ്ഷനിൽ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാ വിഭാഗത്തിൽപ്പെട്ട എല്ലാ രാഷ്ട്രീയ ജാതി മതഭേദങ്ങളിലുള്ള നിരവധി ആളുകളാണ് ഇപ്പോൾ ഈ ഒരു വാഹനത്തെ സ്വീകരിക്കാൻ ഈ യാത്ര ആരംഭിക്കുന്നത് കാണുവാനും ഈ താഴത്തുലക്കട ജംഗ്ഷനിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ തത്സമയം നമ്മൾ പുത്തൂർ ന്യൂസ് മീഡിയയിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിരവധി ഉണ്ണിയപ്പം ഉൾപ്പെടെയുള്ളവ വിതരണം ചെയ്താണ് അവർ ഈ ഒരു സന്തോഷം ഇപ്പോൾ ഇതാക്കുന്നത്. മാത്രമല്ല പൂത്തിരി കത്തിച്ചും ഒക്കെയാണ് അവർ ഈ വളരെയധികം സന്തോഷത്തിൻ്റെ നിമിഷങ്ങളാണിപ്പോൾ നിലവിൽ ഈ ഒരു താഴത്തുലക്കട ജംഗ്ഷനിൽ നാട്ടുകാരും എല്ലാം വളരെയധികം ആഘോഷിക്കുന്നത്. എന്തായാലും ഒരു പുതിയ സർവീസ് KSRTCയുടെ ഒരു പുതിയ സർവീസ് പത്തനാപുരത്ത് നിന്നും ആരംഭിച്ച് കൊല്ലം സിവിൽ സ്റ്റേഷൻ വരെ എത്തുന്ന ഒരു പുതിയ സർവീസിന്റെ ഉദ്ഘാടനം, യാത്രാ ഉദ്ഘാടനമാണിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടക്ടർക്കും ഡ്രൈവർക്കും ഉൾപ്പെടെയുള്ളവർക്ക് സ്വീകരണം നൽകിക്കൊണ്ടുള്ള ഉണ്ണിയപ്പം ഉൾപ്പെടെ വിതരണം ചെയ്തുകൊണ്ടുള്ള വളരെ സന്തോഷകരമായ ഒരു നിമിഷങ്ങളാണ് ഇപ്പോൾ ഈ ഒരു താഴത്തുലക്കട ജംഗ്ഷനിൽ നമ്മളിപ്പോൾ തത്സമയം നമ്മുടെ പ്രേക്ഷകരുമായി പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ ഇതിന്റെ ഒരു സർവീസിന് വേണ്ടി പ്രവർത്തിച്ച ആളുകളെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവർ എന്തായാലും ഇത്തരത്തിലൊരു സർവീസ് അനുവദിച്ച ബഹുമാനായ ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ KB ഗണേഷ് ഈ നാട്ടുകാർ മുഴുവൻ നന്ദി പറയുന്ന ഒരു നിമിഷമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വളരെയധികം ആഗ്രഹിച്ച് നേടിയെടുത്ത ഒരു സർവീസാണ് ഇത്. അത് ഇതിനെ നിലനിർത്തിക്കൊണ്ട് പോവുക എന്നുള്ളത് മാത്രമാണ് ഈ പൊതുജനങ്ങളുടെ ഒരു ഉത്തരവാദിത്വം എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഒരു വാഹനം എന്നും ഇതേപടി നിലനിന്ന് പോട്ടെ എന്ന് നമ്മളും ആഗ്രഹിക്കുന്നു. എന്തായാലും കുളക്കടക്കാർക്കും അതുപോലെ തന്നെ കുളക്കട പഞ്ചായത്തിലെയും പുത്തൂർ, ചീരങ്കാവ്, പോത്തശ്ശേരി, കുണ്ട്ര എന്നീ റൂട്ടിലുള്ള മുഴുവൻ യാത്രക്കാർക്കും ഒരു വളരെ പ്രയോജനപ്രദമായ ഒരു സർവീസാണ് ഇന്നിവിടെ ഈ ഒരു യാത്ര ആരംഭിക്കുന്നത്. അതിൻ്റെ നിമിഷങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ എത്തിയ വാഹനത്തെ ഈ നാട്ടുകാർ തന്നെ അത്യധികം മാല ഉൾപ്പെടെ ഉള്ളവയിട്ട് അതിനെ സ്വീകരിക്കുന്ന നിമിഷങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 7:40 ഈ താഴത്തുലക്കടയിൽ എത്തുന്ന ഒരു സമയം എന്ന് പറയുന്നത്. കൊല്ലത്തെത്തി വൈകുന്നേരം തിരിച്ച് എത്തുന്ന രീതിയിലാണ് ഈ ഒരു സർവീസ് പുനഃക്രമിച്ചിരിക്കുന്നത്. നേരത്തെ നമ്മൾ ഇവിടെ നിന്ന് ആളുകളൊക്കെ സംസാരിച്ച പോലെ ഈ ഒരു ഭാഗത്ത് നിന്നും കൊട്ടാരക്കര ഭാഗത്തേക്ക് നിരവധി സർവീസുകളുണ്ട്. എന്നാൽ പുത്തൂർ, കൊല്ലം ഭാഗത്തേക്ക് സർവീസുകൾ കുറവാണ്. പത്തനാപുരം നമ്മുടെ മഞ്ചൂർ വഴി, മാലൂർ വഴി, മാലൂർ കോളേജിന്റെ വഴി, കടുവത്തോട് വഴി നേരെ വന്ന് ഇവിടെ ഇറങ്ങി, അതിനകത്ത് ഇറങ്ങിയിട്ട് ഇവിടെ റൈറ്റ് കയറി ഇങ്ങനെ മാർക്കറ്റിൽ പോയിട്ട് മാർക്കറ്റിൽ നിന്ന് തിരിച്ച് ഇത് വഴി വാഹനം വരുന്ന ആ റൂട്ടാണ് ഇപ്പോൾ ഡ്രൈവർ നമ്മളോട് വിശദീകരിച്ചത്. എന്തായാലും വളരെ പൊതുജനങ്ങൾക്ക് വളരെ പ്രയോജനപ്രദമായ ഒരു സർവീസാണ് ഇന്ന് താഴത്തുലക്കട വഴി ആരംഭിക്കുന്നത്. അതിനുവേണ്ടി ശ്രമിച്ച് അതിനുവേണ്ടി പിന്നിൽ പ്രവർത്തിച്ച അയ്യപ്പ സമിതിയുടെ പ്രവർത്തകരെ നമ്മൾ ഈ ഒരു നിമിഷത്തിൽ അഭിനന്ദിക്കുകയാണ്. എന്തായാലും അവരുടെ വളരെ ശ്രമകരമായ ഒരു ദൗത്യത്തിലൂടെയാണ് ഇത്തരത്തിലൊരു സർവീസ് താഴത്തുലക്കടയിൽ വഴി ആരംഭിക്കുന്നത്. നിലവിൽ ചെറിയൊരു വാഹനമാണ് യാത്ര ആരംഭിക്കുന്നതെങ്കിലും പിന്നീട് വലിയ വാഹനം തന്നെ ഈ റൂട്ടിൽ വരുമെന്നുള്ളതാണ് നമുക്കിപ്പോഴോട് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും ആ ഒരു സർവീസ് ഇവിടെ ആരംഭിക്കുകയാണ്. വളരെയധികം
സന്തോഷത്തോടു കൂടിയാണ് ഈ നാട്ടിലെ ജനങ്ങൾ ഈ ഒരു വാഹനത്തെ ഇവിടെ സ്വീകരിച്ച് യാത്ര ആരംഭിക്കുന്നതിലേക്ക് ആനയിക്കുന്നത്. എന്തായാലും വളരെ മനോഹരമായ നിമിഷങ്ങളാണ്. അപ്പം പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു പത്തനാപുരം അല്ലെങ്കിൽ പത്തനാപുരത്ത് നിന്ന് ഏനാത്ത്, മണ്ണടി, താഴത്തുളക്കട, മാവടി, മൈലംകുളം, പുത്തൂര്, പൗത്രേശ്വരം, ചീരങ്കാവ് തുടങ്ങി ആ കൊല്ലം സിവിൽ സ്റ്റേഷൻ വരെയുള്ള റൂട്ടിലുള്ള മുഴുവൻ യാത്രക്കാർ ശ്രദ്ധിക്കാൻ നിങ്ങൾക്കായി ഒരു പുതിയ സർവീസ് ഇപ്പോൾ നിലവിൽ ആരംഭിച്ചിരിക്കുന്നു. അത് ഇപ്പോൾ താഴത്തുളക്കട വഴി യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. താഴത്തുളക്കട 7:40 അതിൻ്റെ ഓടിയെത്തുന്ന സമയം. വൈകുന്നേരം തിരിച്ച് 5 മണിയോടുകൂടി പുത്തൂരിലെത്തി താഴത്തുളക്കടയിലേക്ക് താഴത്തുളക്കട വഴി തിരിച്ച് പത്തനാപുരത്തേക്ക് എത്തുന്ന രീതിയിലാണ് ഇതിൻ്റെ യാത്ര ക്രമീകരിച്ചിരിക്കുന്നത്. എന്തായാലും അതിൻ്റെ ഒരു സ്വീകരണം, ആ ഒരു വാഹനത്തിൻ്റെ സ്വീകരണവും അതുപോലെ തന്നെ അതിൻ്റെ യാത്രാ ഉദ്ഘാടന വേളകളാണ് നമ്മളിപ്പോൾ കണ്ടത്. എന്തായാലും വാഹനം ഇപ്പോൾ യാത്ര ആരംഭിച്ചിരിക്കുന്നു. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ തത്സമയം ഈ ഒരു പുത്തൂർ ന്യൂസ് മീഡിയയിലൂടെ നിങ്ങളോട് എത്തിച്ചുകൊണ്ടിരുന്നത്. എന്തായാലും രാവിലെ തന്നെ നല്ലൊരു വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇതുപോലെയുള്ള മറ്റ് വീഡിയോയുമായി എത്തുന്നവരെ ഈ ഒരു വീഡിയോ ഇതുവരെ കണ്ട മുഴുവൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി. ഇനിയും ഇത്തരത്തിൽ മറ്റൊരു വാർത്തയും എത്തുന്നവരെ നമുക്ക് എത്തുമ്പോൾ കാണാം. നന്ദി, നമസ്കാരം.